നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഓരോരോ ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് കോൺഫിഗറേഷൻ ആയിട്ടുള്ള ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോൺഫിഗറേഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് JWT കോൺഫിഗ് ആണ് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, അതായത് JWTയുടെ ക്രെഡൻഷ്യൽസ്. അതിനായിട്ട് നമുക്ക് ഫയലിന് JWT കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ ഒരു module.exports കൊടുക്കുകയാണ്. module.exports ഈക്വൽ ടു നമ്മൾ JWTയുടെ കോൺഫിഗറേഷൻ ആണ് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. JWTക്ക് മെയിൻ ആയിട്ട് 2 കോൺഫിഗറേഷൻസ് ആണ് വരുന്നത്. അതായത് ഒന്ന് വരുന്നത് കഴിഞ്ഞാൽ സീക്രട്ട് കീ, രണ്ടാമത് വരുന്നത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഇത് എക്സ്പയർ ആവുന്നുള്ളത്. അതിനായിട്ട് സീക്രട്ട് കീ എന്ന് പറയുന്നത് സീക്രട്ട് ഓർ കീ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. നോ നോട്ട് ദിസ് ഡോട്ട് സീക്രട്ട് കീ. അതേപോലെ ഇത് എപ്പോഴാണ് എക്സ്പയർസ് എന്ന് നോക്കണം. എക്സ്പയർസ് ഇൻ 1 hour കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു സീക്രട്ട് കീ വേണം. നമുക്ക് തൽക്കാലത്തിന് ഒരു ടെമ്പററി സീക്രട്ട് കീ എഴുതാം. ഞാൻ ഇവിടെ ഒരു സീക്രട്ട് കീ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ JWT കോൺഫിഗറേഷനുള്ള കോൺഫിഗ് ഫയൽ റെഡിയായി. ഇനി ഈ കോൺഫിഗ് ഫയൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിഡിൽ വെയർ എഴുതണമല്ലോ. അതായത് മിഡിൽ വെയർ എന്തിനായിരുന്നു? നമ്മൾ ഓതന്റിക്കേഷൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അതായത് ഇൻകമിംഗ് റിക്വസ്റ്റിനെയോ ഔട്ട് ഗോയിങ് റെസ്പോൺസിനെയോ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മിഡിൽ വെയർസ് യൂസ് ചെയ്യുന്നത്. നമുക്കതിന് ഫസ്റ്റ് നമുക്ക് ഓതന്റിക്കേഷൻ മിഡിൽ വെയർ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോജക്റ്റിനകത്ത് എഴുതാം. ഓതന്റിക്കേഷൻ മിഡിൽ വെയർ എഴുതാനായിട്ട് മിഡിൽ വെയറിൻ്റെ അകത്ത് auth.js എന്ന് പറഞ്ഞാണ് നമ്മൾ ഫയൽ എഴുതുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന JWT കോൺഫിഗറേഷൻ വെച്ചിട്ട് യൂസറിന് ടോക്കൺ ഉണ്ടോ, വാലിഡ് യൂസർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ JWT നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. റിക്വയർ എന്ത് വരുന്നു? JSON വെബ് ടോക്കൺ ആണ് JWT എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ JWT നമ്മൾ റിക്വയർ ചെയ്തു. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സീക്രട്ട് കീ ഇല്ലേ, ഈ സീക്രട്ട് കീ നമുക്ക് കിട്ടണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു വേരിയബിളിലേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ആദ്യം റിക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഓട്ടോ ഫിൽ ആയിട്ട് കിട്ടും. റിക്വയർ ചെയ്യാനായിട്ട് ഈ കോൺഫിഗറേഷൻ എവിടെ കിടക്കുന്നത്? ഇതിന്റെ പാത്ത് കിടക്കുന്നത് കോൺഫിഗിന്റെ അകത്ത് JWT കോൺഫിഗിലാണ് കിടക്കുന്നത്. നമ്മൾ എഴുതുന്നത് എവിടെയാണ്? auth.js, അതായത് മിഡിൽ വെയറിന്റെ അകത്ത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയിട്ട് കോൺഫിഗിന്റെ അകത്ത് കയറിയിട്ട് JWT കോൺഫിഗിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാനായിട്ട് 2.\. ഇപ്പം നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ കോൺഫിഗ് എടുക്കുക. അതിൻ്റെ അകത്ത് എന്താണ്? JWT കോൺഫിഗ് എടുക്കുക. അപ്പോൾ ഈ JWT കോൺഫിഗ് ഫയലാണ് നമ്മളിപ്പോൾ ഫുൾ ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് സീക്രട്ട് കീ മാത്രം മതി. അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സീക്രട്ട് കീ മാത്രം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ നമ്മൾ റിക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ ഫിൽ ആവും, അല്ലാന്നുണ്ടെങ്കിൽ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് എഴുതുക, രണ്ടാമത് എഴുതുന്നത്. അപ്പം സീക്രട്ട് കീയും നമ്മൾ എടുത്തു, JSON വെബ് ടോക്കൺ നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഓതന്റിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഓതന്റിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു മിഡിൽ വെയർ വെച്ചിട്ട് ഓതന്റിക്കേഷൻ ചെയ്യും. ഓതന്റിക്കേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡർ ഉണ്ടോ നോക്കും. ഈ ഹെഡർ ഉണ്ടെങ്കിൽ ആ ഹെഡറിൻ്റെ അകത്ത് ബെയറർ എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ ഒരു സ്പേസ് ഇട്ടേച്ച് നമ്മുടെ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കും. അതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ആ ടോക്കൺ എടുത്തിട്ട്, ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോക്കൺ എടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും JWT വെച്ചിട്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓതന്റിക്കേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമുക്ക് ഈ റിക്വസ്റ്റ്, റെസ്പോൺസ്, നെക്സ്റ്റ് എല്ലാം എടുക്കാം. റിക്വസ്റ്റ്, റെസ്പോൺസ്, നെക്സ്റ്റ് വന്നാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം അത് മിഡിൽ വെയർ ആണെന്നറിയാം അല്ലേ. അപ്പോൾ റിക്വസ്റ്റ്, റെസ്പോൺസ്, നെക്സ്റ്റ് എടുത്തു. നമ്മൾ എന്നിട്ട് ഓത്ത് ഹെഡറിനെ നമ്മൾ എടുത്ത് വെക്കുന്നു. ഓത്ത് ഹെഡർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമുക്ക് എന്തെടുക്കും? നമ്മൾ ഈ റിക്വസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഈ ഹെഡേഴ്സിനെ എടുക്കും. റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സ് എടുക്കും. നമ്മൾ ഹെഡേഴ്സിൻ്റെ നമുക്ക് എന്താ വേണ്ട? ഓത്തറൈസേഷൻ ഹെഡറാണ് നമ്മൾ എടുത്ത് വെക്കും. ഈ ഓത്തറൈസേഷൻ ഹെഡർ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടോ, അതേപോലെ ഇതിനകത്ത് ബെയറർ എന്ന് പറഞ്ഞൊരു വാക്കിലാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ റിജക്ട് ചെയ്ത് വിടണം. അതിനായിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതുന്നു. ഓത്ത് ഹെഡർ ഉണ്ടോ, അതിൻ്റെ ഡേറ്റ ഉണ്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തുവാ? ഓത്ത് ഹെഡർ സ്റ്റാർട്ട്സ് വിത്ത് എന്താണ്? നമ്മുടെ ബെയറർ ആണോ നോക്കണം. ബെയറർ സ്പേസ്, നമ്മുടെ ബെയററും ഒരു സ്പേസ് ഇട്ടേച്ച് നമ്മുടെ ടോക്കൺ ആയിരിക്കും നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്യുന്നത്. ബെയററും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഓത്ത് ഹെഡർ ഉണ്ടോ, അത് ഇല്ല എന്നാണ് നോക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിലോ, അതേപോലെ ഓത്ത് ഹെഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് റിജക്ട് ചെയ്ത് വിടും. അതിനായിട്ട് റിട്ടേൺ ചെയ്യുക റെസ്പോൺസ് ഡോട്ട്, നമ്മൾ സ്റ്റാറ്റസ് കോഡ് കൊടുക്കും. സ്റ്റാറ്റസ് കോഡ് 403 കൊടുക്കാം. ഡോട്ട് JSON കൊടുക്കാം. നമ്മൾ JSON ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? ബോഡി പാസിൽ വെച്ചിട്ട് JSON ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ JSONിലേക്കാണ് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ JSON ആയിട്ടാണ് കൊടുക്കുന്നത്. APIs എല്ലാം തന്നെ കൺസ്യൂം ചെയ്യുന്നത് JSON ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ JSONിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മെസ്സേജ് കൊടുക്കുന്നു, പിന്നെ ടോക്കൺ പ്രൊവൈഡ് കൊടുക്കുക അല്ലേ. അല്ലെങ്കിൽ ഇൻവാലിഡ് കൊടുക്കാം. ടോക്കൺ ഇൻവാലിഡ്. ഒന്നും ടോക്കൺ ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ടോക്കണിൻ്റെ അകത്ത് ബെയറർ സ്പേസ് ഇല്ലാത്തതായിരിക്കാം. അന്ന് രണ്ടായാലും ടോക്കൺ കിട്ടിയിട്ടില്ല അല്ലേ, ഇൻവാലിഡ് എന്ന് പറയും. ഈ ഒരു കേസ് വന്നപ്പോൾ അവിടെ തന്നെ റിജക്റ്റ് ആയി പോകും. ഇതല്ലാത്ത കേസ് ശരിക്കും ടോക്കൺ ഉണ്ടെന്ന് വിചാരിക്കുക. ടോക്കൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടോക്കണിനെ എടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓത്ത് ഹെഡർ ഡോട്ട് എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ടോക്കൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെയറർ സ്പേസ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ടോക്കൺ ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടോക്കൺ. ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇത്ര നമുക്ക് വേണ്ട അല്ലേ, ഇത്ര നമുക്ക് വേണ്ട. ഈ സെക്കൻഡ് പാർട്ട് മാത്രം മതി നമുക്ക് നമ്മുടെ ടോക്കൺ എടുക്കാനായിട്ട്. അതിന് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്ത് ഹെഡർ ഡോട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും? ഈ നടുക്കത്തെ ഈ സ്പേസ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു അറേ ആയി. അപ്പം അറേയുടെ 0th പൊസിഷനിൽ ഇതും ഫസ്റ്റ് പൊസിഷനിൽ ഇതുമായി അല്ലേ. ഇത് ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ ടോക്കൺ മാത്രം കിട്ടും.
മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ കണ്ടീഷൻ തന്നെ, അതായത് ടോക്കൺ ഉണ്ടോ എന്ന് നോക്കുന്നു. ഈ കിട്ടിയ ടോക്കൺ ഉണ്ടോ എന്ന് നോക്കണ്ടേ, ഫസ്റ്റ് അതിൻ്റെ ഡേറ്റ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞിട്ട് തന്നെ റെസ്പോൺസ് ഡോട്ട് സ്റ്റേറ്റസ് 403.json അതെന്തായിരുന്നു മെസ്സേജ് ടോക്കൺ പ്രൊവൈഡർ, അവിടെ വെച്ച് നമ്മൾ റിജക്ട് ആക്കുകയും ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയും ആയ സ്ഥിതിക്ക് ഇതുവരെ ആകുമ്പോഴത്തെ ടോക്കൺ ഇല്ലെങ്കിൽ അത് എക്സിറ്റ് ആയി പോകും. ഇനി ടോക്കൺ ഉള്ള കേസ്, ടോക്കൺ ഉള്ള കേസിൽ നമ്മൾ JWT വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. അതായത് നമ്മളിവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന JWT വെച്ചിട്ട് നമ്മൾ ഇതിനെ വെരിഫൈ ചെയ്യണം ടോക്കൺ വാലിഡ് ആണോ എന്ന്. അതിനായിട്ട് JWT.verify എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പാസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ടോക്കൺ സീക്രട്ട് ഓർ പബ്ലിക്, പിന്നെ നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസ്, അത് എററും പിന്നെ ഡീകോഡ് ചെയ്ത ടോക്കൺ, അതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ടോക്കൺ, പിന്നെ സീക്രട്ട് ഓർ കീ, അതാണ് നമ്മളിവിടെ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഓക്കെ, സീക്രട്ട് ഓർ കീ, റെസ്പോൺസിനകത്ത് എററാണ് വരുന്നെങ്കിൽ എററും, അതുപോലെ ഡീകോഡ് ചെയ്ത വാല്യൂ എന്താണോ ആ വാല്യൂ, ഇത്ര സാധനങ്ങളായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ഇതിനകത്തും ചെക്ക് ചെയ്യുക. എറർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്, എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് റിട്ടേൺ ചെയ്യുക ഇത് വാലിഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ടോക്കൺ വാലിഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ടോക്കൺ വെച്ചിട്ട് ഓതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫെയിലിയർ ആവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കപ്പം ഇന്റേണൽ സെർവർ എററാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത്. അതിനായിട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 500 JSON നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു. എന്താണ് മെസ്സേജ് ഫെയിൽ ടു ഓതന്റിക്കേറ്റ് ടോക്കൺ, ഡബിൾ കോട്ട്സ് കൊടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോമ അറ്റാച്ച് വേണമെങ്കിൽ ഈ എററൂടെ പാസ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ അവിടെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്താണ് എറർ എന്ന് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇനി എറർ അല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ആ യൂസറിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്ന യൂസറിനെ നമ്മൾ റിക്വസ്റ്റിലേക്ക് അസൈൻ ചെയ്യും. അതായത് ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, റിക്വസ്റ്റ് റെസ്പോൺസ് നെക്സ്റ്റ് ആണുള്ളത്. ഈ റിക്വസ്റ്റിലേക്ക് നമുക്ക് ഈ കിട്ടിയ ഡേറ്റ എടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇത് പിന്നെ ത്രൂ ഔട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓതന്റിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ആ യൂസറിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ റിക്വസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുക്കുന്നു. എന്താണ് നമ്മുടെ ഈ ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ, ടോക്കൺ വെച്ച് നമ്മൾ ഡീകോഡ് ചെയ്യും. നമുക്ക് എന്തൊക്കെയാണ് ഡേറ്റ കിട്ടുന്നത് ആ ഡേറ്റ എടുത്ത് നമ്മൾ ഡീകോഡ് ചെയ്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മിഡിൽ വെയർ ആണ് അല്ലേ. മിഡിൽ വെയർ ആയ കാരണം ഇത് കഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് കൊടുക്കണം. അടുത്ത എന്താണോ പ്രോസസ്സ് ആ പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടി. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ auth.json എന്ന് പറഞ്ഞാൽ മിഡിൽ വെയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റിക്വസ്റ്റുകളും, ഇത് യൂസ് ചെയ്യുന്ന എല്ലാ റിക്വസ്റ്റുകളും റിക്വസ്റ്റ് എടുത്തിട്ട് റിക്വസ്റ്റിനകത്ത് ഓതറൈസേഷൻ ഹെഡർ ഉണ്ടോ എന്ന് നോക്കും, അതിനകത്ത് ബെയറർ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റിട്ട് ചെയ്തെടുത്തിട്ട് ടോക്കൺ മാത്രം എടുത്തിട്ട് ആ JWT.verify വെച്ചിട്ട് അതിനെ വെരിഫൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് റിക്വസ്റ്റ് ഡോട്ട് യൂസറിലേക്ക് അസൈൻ ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് കോൺഫിഗറേഷനുമായി മിഡിൽ വെയറുമായി. ഇനി അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്,